മിനിറ്റിലേക്ക് സ്വാഗതം. എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന MES യൂത്ത് ഫെസ്റ്റ് 2026 ജനുവരി 29 മുതൽ 31 വരെ. ജനുവരി 29-ന് MES കേരള പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ നയിക്കുന്ന സാംസ്കാരിക റാലിയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമാകുക. പ്രശസ്ത ചലച്ചിത്ര കലാകാരന്മാരും വിവിധ മേഖലകളിലെ പ്രമുഖ നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. എറണാകുളം രാജേന്ദ്ര മൈതാനത്തും മുനിസിപ്പൽ ടൗൺ ഹാളിലുമാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. 3000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. കേരളത്തെ 6 യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ, കേരള യൂണിവേഴ്സിറ്റി, കുഹാസ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ആദ്യമായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ആദ്യമായിട്ടാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും കൂടെ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടി. അതിൻ്റെ ഒപ്പം തന്നെ ഏകദേശം 2000 വിദ്യാർത്ഥികൾക്കുള്ള അക്കോമഡേഷൻ, ഓൾ കേരള ലെവലിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ്. അതിന് 2000 വിദ്യാർത്ഥികൾക്കുള്ള അക്കോമഡേഷൻ ഇവിടെ ഞങ്ങളുടെ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 29-ാം തീയതി ഒരു ഘോഷയാത്രയോടെയാണ് ഇത് തുടങ്ങുന്നത്. അത് നമ്മുടെ മറൈൻ ഡ്രൈവിൽ നിന്ന് തുടങ്ങി രാജേന്ദ്ര മൈതാനത്തിൽ അവസാനിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനം. ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഫസൽ ഗഫൂർ സാർ ആണ് അതിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വിവിധ സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാം അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ആദ്യ കലാരൂപമായ മാപ്പിളപ്പാട്ടോടെയാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. നമ്മുടെ കലോത്സവത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളും ഈ വേദിയിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്രത്യേക ഒരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഒരു ആശയം കൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാലഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിദ്യാർത്ഥികൾക്കൊന്നും ഇപ്പോൾ ഇതിലേക്ക് അത്ര ഒരു താല്പര്യം കുറവുള്ള ഒരു കാലഘട്ടമാണ്. ഈ കലയിലേക്ക് കുറച്ച് താല്പര്യക്കുറവാണ്. അപ്പോൾ നമ്മുടെ കോളേജുകളിലേക്ക് ഈ കലയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും കൂടാണ്. പിന്നെ നമ്മുടെ സംഘടനയുടെ 60-ാം വാർഷിക പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടെ ആയിട്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഡോക്ടർ റൈംബസിലെ MESന്റെ സംസ്ഥാന സെക്രട്ടറിയും കൂടിയാണ്. അതേവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ സാധാരണ നിങ്ങൾക്ക് അറിയാം, ഒരു സംതിങ് സ്പെഷ്യലാണ് നമ്മൾ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടത്തിയവരും കണ്ടവരും ഒക്കെയാണ്, പ്രത്യേകിച്ചും എറണാകുളത്തിൻ്റെ പട്ടണം. പക്ഷേ ഇതാദ്യമായിട്ടാണ് ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ ഒന്നിച്ച് ഒരുമിച്ച് ഇത്തരത്തിലുള്ള കാലഘട്ടത്തിൻ്റെ അനിവാര്യത. ഇപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ക്യാമ്പസുകളിൽ നമുക്ക് അറിയാം, ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പണ്ടൊക്കെ 2-3 ദിവസം നമ്മുടെ ആർട്സ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം തന്നെ തേച്ച് നടത്താൻ ക്യാമ്പസുകൾ പാടുപെടാണ്. അപ്പോൾ കുട്ടികളെ ഒന്നും കൂടി അത്തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ച മാതിരി നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റാണ് ക്യാമ്പസിലെ കുട്ടികൾ. അപ്പോൾ അവരെ അത്തരത്തിലൊക്കെ കൂടുതൽ തൽപരരാക്കി കുട്ടികളെ അതൊരു കല ഒരു ലഹരിയായി, സ്പോർട്സ് ഒരു ലഹരിയായി, മറ്റ് സിന്തറ്റിക് മറ്റ് ലഹരികളിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ട് നടത്തുന്നതിൻ്റെ MESന്റെ ഒരു ദീർഘവീക്ഷണ വിഷൻ 60 വർഷം പിന്നിടുമ്പോൾ MES എന്ന മഹത്തായ പ്രസ്ഥാനം വിദ്യാഭ്യാസ ചാരിറ്റി മേഖലയിൽ നടത്തിയിട്ടുള്ള സംഭാവന, ആനുകാലിക കാലഘട്ടത്തിൽ കുട്ടികളെ ഇത്തരത്തിൽ ചേർത്ത് നിർത്തി അവിടെ കായിക രംഗങ്ങളിലെ പരിപോഷിപ്പിക്കാനും അവരുടെ ടാലൻറ്റുകളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പലവരും തന്നെ അവരെ അറിയാത്ത മേഖലയിൽ കൂടുതൽ നമുക്കറിയാം. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് പുതിയ തലങ്ങളിലേക്ക് പല കുട്ടികളും എത്തപ്പെടുന്നത്. അപ്പം അതിന് ഒരു വലിയ വേദി ഒരുമിച്ച് ഒരുക്കുക. MESനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കുട്ടികൾ എന്ന് പറയുന്നത് MESന്റെ ക്യാമ്പസിൽ നിന്ന് തന്നെയാണ്. മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, ഫാർമസി കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, ടെക്നിക്കൽ, മറ്റെല്ലാ സ്ഥാപനത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു റിസ്ക്കും ടാസ്കൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയാണ് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ എത്ര ചെയ്താലും അതിനൊരു പരിമിതിയുണ്ട്. ഇന്ന് അത് കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ വലിയ സഹായം അതിലാവശ്യമാണ്. കാരണം ഇങ്ങനെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു കാര്യങ്ങൾ, ഇതേപോലെ തന്നെ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആ തരത്തിൽ അവരൊക്കെ അത്തരത്തിൽ ഇത്ര ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു കാരണമാവും. അപ്പം അതുകൊണ്ട് മാക്സിമം അതിൻ്റെ അകത്തൊരു ജനങ്ങളിലേക്ക്, മാതാപിതാക്കളിലേക്ക്, കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ ഈ നടക്കുന്ന റാലി ഒരു സാംസ്കാരിക യാത്രയാണ് നടത്തുന്നത്. അതുപോലെ MESന്റെ ഇത്തരത്തിൽ കലാപരിപാടിയിൽ പങ്കെടുക്കുന്നവരും അധ്യാപകരും അനധ്യാപകരും MES ക്യാമ്പസിലെ കുട്ടികളാണ് ആ സാംസ്കാരിക റാലിയിൽ പങ്കെടുക്കുന്നത്.
MESന്റെ ക്യാമ്പസിൽ 2 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുക എന്ന് പറയുന്നത് അത് പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്നവരും പിന്നോക്കം നിൽക്കുന്നവരും എല്ലാവരെയും കൂട്ടി ഒരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് MESന്റെ ലക്ഷ്യം. അതനുസരിച്ച് തന്നെയാണ് ഇങ്ങനെയുള്ള ഫെസ്റ്റുകൾ നമ്മളിവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സംസ്കാരത്തിൻ്റെ മൂല്യം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അതും കലയും സംസ്കാരവും മതസൗഹാർദ്ദവും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു വളർന്നത്. എന്നാൽ ഇന്നത്തെ വിദ്യാർത്ഥികൾ വേറെ ഏതോ ലോകത്താണ്. അവരെന്താണ് ചെയ്യണത്, എന്താണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അവരുടെ ആ ശീലങ്ങളിൽ നിന്ന് നേർവഴിക്ക് കൊണ്ടുവരാനുള്ള നല്ല ആരോഗ്യകരമായ ഒരു ഭാവി തലമുറയെ പടർത്തിയെടുക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് MES.